മുസ്ലിമാണോ? ഹലോ, അതെ അതെ. മുസ്ലിമാണോ? കൊള്ളാം കൊള്ളാം, സിംഹമടയിലും വഴിപോക്കനോ? അല്ല, എനിക്ക് ഒരു ഈ ബോധമുള്ള മുസ്ലിം നിങ്ങൾ പറഞ്ഞല്ലോ, അതെനിക്ക് ക്ലിയർ ആയില്ല. അതൊന്ന് നിങ്ങൾ ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അതില് കുറച്ച് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. അലമ്പുണ്ടാക്കാൻ രണ്ടു വാക്ക് സംസാരിക്കും. ഉണ്ട്. എന്തുകൊണ്ടാണ് അനുകൂലിക്കുന്നത്? കാരണം അത് ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണല്ലോ. തുല്യത. പ്രസിഡന്റ് ഒന്ന് ഇടയിൽപ്പെട്ടേ അതൊന്ന് തിരിച്ചു വാങ്ങി തന്ന് പണിയിടണം. അതെ, തുല്യത, ഇക്വാലിറ്റി. അതെ, അപ്പൊ നിങ്ങൾ തുല്യതയ്ക്ക് ഒപ്പം നിൽക്കുന്ന ആളാ? അതെ അതെ. പക്ഷേ അല്ല, ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് തുല്യത വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ. പക്ഷെ ഇസ്ലാമിൽ അതല്ലല്ലോ സ്ഥിതി, തുല്യത ഇല്ലല്ലോ. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അതെ. അപ്പൊ നിങ്ങൾ മതം വേഴ്സസ് മതത്തിലെ ഒരു നിയമം വേഴ്സസ് നമ്മുടെ നാട്ടിലെ ഒരു സെക്യുലർ നിയമം വരുമ്പോ നിങ്ങൾ ഏതാ എടുക്കുക? സെക്യുലർ നിയമമാണല്ലോ എന്തായാലും നല്ലത്. മതത്തിലെ നിയമം. അപ്പൊ ഈ സ്ത്രീകളുടെ സ്വത്തവകാശത്തിന്റെ അവസരം വരുമ്പോ നിങ്ങൾ ഇസ്ലാമിലെ നിയമത്തെ തള്ളും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ഇസ്ലാം അവിടെ പോവല്ലോ. അപ്പൊ ബോധമുള്ള പറയും, ഞാൻ പറഞ്ഞുതരാം. നിങ്ങള് തിരക്കൂട്ടല്ലേ? അപ്പൊ നിങ്ങൾ ഈ ഘട്ടം വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇസ്ലാമിലെ നിയമത്തെ തള്ളില്ലേ? അതെ, തള്ളാൻ എന്താ കാരണം? ഇക്വാലിറ്റി, സെക്യുലറിസം അതൊക്കെ വന്നു. അപ്പൊ നിങ്ങൾക്ക് ഈക്വാലിറ്റിയും ഈ സെക്യുലറിസം ഒക്കെ ആണ് വേണ്ടത് എന്ന ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായില്ലേ? പക്ഷെ ആ ബോധം ഉണ്ടാകുമ്പോ മുസ്ലിം അല്ലാതാവുകയല്ലേ ചെയ്യുന്ന മനുഷ്യൻ. അത് ശരിയാണ്. പിന്നെ നമുക്ക് പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ പോലും ഒരു പൊതുസമൂഹം നിങ്ങൾ മുസ്ലിം അല്ല, നിങ്ങൾ കാഫിറാണെന്നൊന്നും പറയില്ല. നിങ്ങളെ കാഫിറാക്കുന്നത് ആരാണ്? ബോധമില്ലാത്ത മുസ്ലിങ്ങളല്ലേ? കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുന്ന രീതി. ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? നിസ്കരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഇസ്ലാമിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇസ്ലാമിന് പുറത്താണ്. എന്റെ വ്യക്തിത്വത്തിൽ തുടരരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. അതാ ഞാൻ പറയുന്നത്. അതെ. അപ്പൊ പിന്നെയുള്ള വഴി എന്താണ്? പിന്നെ ഉള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതെ ആ ഇസ്ലാമിൽ ആ നിയമത്തെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ആവശ്യം ഇവിടെ ജീവിച്ചു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, അതിപ്പോൾ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും സ്വന്തം മക്കളാണെങ്കിൽ പോലും അവർക്ക് പോലും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ജീവിക്കണം എന്നൊരു നിലയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾ മുസ്ലിം അല്ലാതെയാണ് ആകുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും അവിടെ. ഈശ്വര പരീക്ഷിക്കല്ലേ, അത് ഒരു പരിധി വരെ ശരിയാ. അവിടെ എന്താണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക? നിങ്ങൾ നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ നന്മയല്ലേ നിങ്ങളുടെ നിയത്ത്. ആ ഒരു വിശ്വാസത്തിൽ എങ്കിലും അതിനൊരു സ്പിരിച്വാലിറ്റി ആയിട്ട് കണ്ടിട്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് പോവുക. ഇതാണ് നമ്മൾ പറയുന്നത്. മുസ്ലിങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. പ്രസംഗം കലക്കി, എന്നാലും പഹയാ. നിനക്ക് ഇത്ര വിവരം ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാച്ചിയാ മതിയല്ലോ എന്ന് കരുതിയാ. അപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. എന്നാ കാണാം.